നമ്മൾ കഴിഞ്ഞിടെ മേടിച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഒരു 3 ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കളർ കൊണ്ട് എന്തോ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ ഒരു ക്ലേ മേടിച്ച് നമ്മൾ നോർമലി മേടിക്കുന്ന ക്ലേയിൽ വെച്ചിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ട്രൈ ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ കുറച്ച് ലേസ് ഒക്കെ മേടിച്ചു. നമ്മൾ നേരത്തെ ലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്ന് അപ്പം നമുക്ക് ഇതുപോലത്തെ ലേസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2-3 ലേസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്കൊരു അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമായിരുന്നു ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലീഫിൻ്റെ ലേസ്. അപ്പം അതുകൂടി മേടിച്ചു. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ 3 കളേഴ്സ് മേടിച്ചിട്ട് വന്നപ്പോഴാണ് എൻ്റെ അതുണ്ടായിരുന്നു. പിന്നെ മേടിച്ചൊരു ഐറ്റമാണ് ഈ കണ്ണ മോൾഡ്. നമ്മൾ ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെ 3 സൈസിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇങ്ങനത്തെ സ്റ്റിക്കർ ടേപ്പ് ഗൂഗിളിൽ മേടിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്ലൂ ഉള്ളതാണ് ഈ ഒരു ടേപ്പിന്. അതേപോലെ മേടിച്ചിട്ടുള്ളത് കുറച്ച് A4 സൈസ് പേപ്പറും മേടിച്ചിട്ടുണ്ട്. പിന്നെ ചാർട്ട് പേപ്പർ, അങ്ങനത്തെ കുറേ കളർ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിട്ടുള്ളത് ഇതേപോലത്തെ ബൊക്കെ ഉണ്ടാക്കുന്ന പേപ്പർ. അതൊരു 3 പേപ്പർ ബൊക്കെ പേപ്പറും മേടിച്ചു. ഒരു വിൻറ്റേജ് പേപ്പർ മേടിച്ചിട്ടുണ്ട്. ബൊക്കെ പേപ്പർ നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതേപോലെ തന്നെ ഒരു വിൻറ്റേജ് പേപ്പർ ക്യാനലിനൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് വിൻറ്റേജ് പേപ്പർ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ കുറച്ച് മാഗ്നറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ചെറുതും ഇച്ചിരി വലിപ്പമുള്ളതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്.